വാണിയംകുളം പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു. ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കേരള പ്രവാസി സംഘം വാണിയംകുളം വില്ലേജ് സമ്മേളനം വിപുലമായി സംഘടിപ്പിച്ചു. ചടങ്ങിൽ വെച്ച് SLC+2 വിജയികളെ ആദരിച്ചു. സമ്മേളനത്തിൽ വില്ലേജ് പ്രസിഡന്റ് അബ്ദുൽ സലാം അധ്യക്ഷനായി. പ്രവാസി സംഘ് നേതാക്കളായ AP അഷ്റഫ്, C മുകുന്ദൻ, നന്ദിനി മോഹൻ, മുഹമ്മദ് ബഷീർ, ശ്രീകുമാർ, സുധാ ശങ്കർ, അബ്ദുൽ അസീസ്, DB രഘുനാഥ്, എരുമേലി മോഹൻ എന്നിവർ സംസാരിച്ചു. ഭാരവാഹികളായി അബ്ദുൽ സലാമിനെ പ്രസിഡന്റായും എരുമേലി മോഹനെ സെക്രട്ടറിയായും രാജനെ ഖജാൻജിയായും തെരഞ്ഞെടുത്തു. സമ്മേളനത്തോടനുബന്ധിച്ച് സൗജന്യ BP ഷുഗർ പരിശോധനാ ക്യാമ്പും നടന്നു. പ്രശ്നമുണ്ടായിരുന്നു. ക്ഷേമനിധി തുടങ്ങുമ്പോൾ അതിൽ ഓഫ്കോഴ്സ് നമ്മൾ ക്ഷേമനിധി അംഗം ആവാനുള്ള ആളുടെ കോൺട്രിബ്യൂഷൻ വേണം, ഗവൺമെൻറ്റിൻ്റെ കോൺട്രിബ്യൂഷൻ വേണം. ഇതിനെല്ലാം ഉപരി തൊഴിൽ കൊടുക്കുന്നത് ആരാണോ അവരുടെ കൂടെ കോൺട്രിബ്യൂഷൻ വേണം. ഇവിടെ ആ സംഗതി നമ്മൾക്കില്ല. അപ്പോൾ ഇതെങ്ങനെ ക്ഷേമനിധി ബോർഡ് രൂപീകരിക്കുമെന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതിനെല്ലാം മാറ്റിമറിച്ച് നമ്മൾ ക്ഷേമനിധി ബോർഡ് രൂപം കൊണ്ടു. ക്ഷേമനിധിയിൽ അംഗങ്ങളായി ആളുകൾക്ക് ഇപ്പോൾ അന്ന് 500 രൂപ പെൻഷൻ കൊടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകിച്ച് പ്രവാസികൾക്കൊരു വൈമുഖ്യമുണ്ടായിരുന്നു. എന്താണ് 500 രൂപയല്ലോ? സത്യം പറഞ്ഞാൽ എൻ്റെ കൂടെ നിൽക്കുന്ന പലർ, ഈ സംഘടനയിലുള്ള പലരും അത് ചേർന്നില്ല. ഇതുകൊണ്ടല്ല, വേറെ എന്തൊക്കെ തിരക്കുകളുണ്ട്, ക്ഷേമനിധി ചേർന്നില്ല. പക്ഷെ ഇപ്പോൾ അവർക്കെല്ലാം നഷ്ടബോധമാണ്. ഏറ്റവും ചുരുങ്ങിയ ക്ഷേമനിധി പെൻഷൻ കിട്ടുന്നത് 3000 രൂപ ഇപ്പോൾ കിട്ടുന്നുണ്ട്. 3000 മുതൽ 7500 രൂപ വരെ വാങ്ങിക്കുന്ന ആളുകൾ.